സോഷ്യൽ മീഡിയയിൽ പതിനായിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ട്രാവൽ ബ്ലോഗറോ ഇൻഫ്ലുവൻസറോ UAE-യിലോ ഒമാനിലോ സന്ദർശനത്തിനെത്തുന്നു. അവിടെയുള്ള ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ബുട്ടീക്കിലോ കയറി പ്രൊമോഷൻ വീഡിയോ ചിത്രീകരിക്കുന്നു. പകരം വൻതുക പ്രതിഫലമോ അല്ലെങ്കിൽ സൗജന്യ സേവനങ്ങളോ കൈപ്പറ്റുന്നു. ഇത്രകാലവും തികച്ചും അനായാസമായി നടന്നിരുന്ന ഈ രീതിക്ക് ഇനി ഗൾഫ് നാടുകളിൽ പൂർണ്ണ വിരാമമാവുകയാണ്. ഡിജിറ്റൽ മാധ്യമരംഗത്തെ അനാവശ്യ പ്രവണതകൾ തടയാനും ഉപഭോക്തൃ സുരക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും കടുത്ത നിയമനിയന്ത്രണങ്ങളാണ് UAE-യും ഒമാനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻകൂർ പെർമിറ്റുകളോ അംഗീകൃത ലൈസൻസുകളോ ഇല്ലാതെ ഇത്തരം പ്രൊമോഷനുകൾ നടത്തിയാൽ അക്കൗണ്ടുകൾ എന്നേക്കുമായി പൂട്ടിപ്പോകുമെന്ന് മാത്രമല്ല, കോടികളുടെ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരും. UAE മീഡിയ കൗൺസിലിന്റെ പുതിയ നിർദ്ദേശങ്ങളനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വരുമാനമുണ്ടാക്കുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരെ ഇനി മുതൽ കേവലം വ്യക്തിഗത ഇന്റർനെറ്റ് ഉപയോക്താക്കളായിട്ടല്ല ഭരണകൂടം കാണുന്നത്. മറിച്ച് അവർ പ്രൊഫഷണൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് തുല്യമായ നിയമപരമായ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇനി മുതൽ UAE-യിൽ നിന്ന് ബ്രാൻഡ് പ്രൊമോഷനുകൾ, പെയ്ഡ് പ്രൊമോഷൻ പോസ്റ്റുകൾ, അതുപോലെ പ്രോഡക്റ്റ് റിവ്യൂകൾ, അഫിലിയേറ്റഡ് ലിങ്കുകൾ, പോഡ്കാസ്റ്റുകൾ എന്നിവയിലൂടെ പണമോ മറ്റ് ആനുകൂല്യങ്ങളോ ഉണ്ടാക്കണമെങ്കിൽ 2 പ്രധാന രേഖകൾ കൈവശമുണ്ടായിരിക്കണം. ഇതിൽ ആദ്യത്തേത് സാമ്പത്തിക വികസന വകുപ്പിൽ നിന്നോ ഏതെങ്കിലും അംഗീകൃത ഫ്രീ സോണിൽ നിന്നോ ഉള്ള ലഭ്യമായ സാധുതയുള്ള ഇൻഫ്ലുവൻസർ ബിസിനസ് ലൈസൻസ് ആണ്. രണ്ടാമതായി, ബിസിനസ് ലൈസൻസ് നേടിയ ശേഷം UAE മീഡിയ കൗൺസിൽ അനുവദിക്കുന്ന പ്രത്യേക മാധ്യമ പെർമിറ്റും കരസ്ഥമാക്കേണ്ടതുണ്ട്. സ്വതന്ത്ര കണ്ടന്റ് ക്രിയേറ്റർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യ 3 വർഷത്തേക്ക് മീഡിയ പെർമിറ്റ് ഫീസിൽ സർക്കാർ ഇളവ് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബിസിനസ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തനം തുടരുന്നത് ഗുരുതരമായ നിയമലംഘനമായി കണക്കാക്കും. കേരളത്തിൽ നിന്നടക്കം നിരവധി വ്ളോഗർമാരും ഇൻഫ്ലുവൻസർമാരും വിസിറ്റ് വിസയിൽ UAE സന്ദർശിച്ച് പ്രാദേശിക ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇനി സന്ദർശക വിസയിലെത്തി പ്രൊമോഷൻ പോസ്റ്റുകളോ വീഡിയോകളോ ഇടണമെങ്കിൽ നാഷണൽ മീഡിയ അതോറിറ്റി നൽകുന്ന വിസിറ്റർ അഡ്വൈസർ പെർമിറ്റ് നിർബന്ധമാണ്. പണമായി പ്രതിഫലം വാങ്ങിയാലും ഇല്ലെങ്കിലും, അതായത് സൗജന്യ താമസം, സമ്മാനങ്ങൾ, ഭക്ഷണം പോലെയുള്ള പണേതര ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയാണെങ്കിലും പരസ്യ ഉള്ളടക്കങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഏതൊരു വിദേശ സന്ദർശകനും ഈ നിയമം ബാധകമാണ്. ഈ പെർമിറ്റ് ലഭിക്കുന്നതിനായി സന്ദർശകനായ ഇൻഫ്ലുവൻസർമാർക്ക് നേരിട്ട് അപേക്ഷിക്കാനാകില്ല. പകരം UAE മീഡിയ കൗൺസിൽ അംഗീകരിച്ച പരസ്യ ഏജൻസിയോ ടാലന്റ് മാനേജ്മെന്റ് ഏജൻസിയോ മുഖേന മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കൂ. അപേക്ഷയോടൊപ്പം ഇൻഫ്ലുവൻസർ, UAE-യിലെ ഏജൻസി, പ്രൊമോഷൻ ആവശ്യപ്പെടുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ക്ലയന്റ് എന്നിവർ തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ പകർപ്പും സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ അപേക്ഷകന് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കണമെന്നും ധാർമ്മിക അധപ്പതന കേസുകളിലോ സാമ്പത്തിക തട്ടിപ്പുകളിലോ ശിക്ഷിക്കപ്പെടാത്ത നല്ല പെരുമാറ്റവും സൽപ്പേരുമുള്ള വ്യക്തിയുമായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. അതോടൊപ്പം മീഡിയ കൗൺസിൽ നിർദ്ദേശിക്കുന്ന പരിശീലന ബോധവൽക്കരണ പരിപാടികൾ പൂർത്തിയാക്കുകയും വേണം. ഈ പെർമിറ്റിന് അനുവദിക്കുന്ന തീയതി മുതൽ 3 മാസത്തെ സാധുതയാണ് ഉണ്ടായിരിക്കുക. ആവശ്യമെങ്കിൽ നിശ്ചിത ഫീസ് അടച്ച് 3 മാസത്തേക്ക് കൂടി പുതുക്കാമെങ്കിലും ഒരു കാരണവശാലും ആകെ കാലാവധി 6 മാസത്തിൽ കൂടാൻ പാടില്ല. മാധ്യമ നിയമങ്ങളും കണ്ടന്റ് നിബന്ധനകളും കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളാണ് UAE ഭരണകൂടം നിശ്ചയിച്ചിരിക്കുന്നത്. അനധികൃത പ്രൊമോഷനുകൾക്ക് പരമാവധി 10 ലക്ഷം ദിർഹം, അതായത് ഏകദേശം 2,25 ലക്ഷത്തോളം ഇന്ത്യൻ രൂപ വരെ സാമ്പത്തിക പിഴ ചുമത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ നിയമലംഘകരുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ UAE-യിൽ തടയുകയോ ശാശ്വതമായി പൂട്ടിപ്പോവുകയോ ചെയ്യാം. കൂടാതെ നിയമവിരുദ്ധമായി ചിത്രീകരിച്ച വീഡിയോകളും പോസ്റ്റുകളും നിർബന്ധമായും ഡിലീറ്റ് ചെയ്യിക്കുകയും ചെയ്യും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക, പ്രാദേശിക സംസ്കാരത്തെയും മതവികാരങ്ങളെയും മാനിക്കുക, പരസ്യ പോസ്റ്റുകളിൽ അത് പെയ്ഡ് പ്രൊമോഷനാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുക തുടങ്ങിയ 20-ലധികം ഉള്ളടക്ക മാനദണ്ഡങ്ങളും ഇൻഫ്ലുവൻസർമാർ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. UAE-ക്ക് പുറമെ സുൽത്താനേറ്റ് ഓഫ് ഒമാനും ഇൻഫ്ലുവൻസിംഗ് മേഖലയിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് മാധ്യമങ്ങളിലൂടെയോ പ്രചരിപ്പിക്കുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും മുമ്പ് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരം കേന്ദ്രത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് ഒമാൻ അധികൃതർ നിർദ്ദേശിച്ചു. ഫുഡ് ബ്ലോഗർമാർ, ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർമാർ, അഡ്വർടൈസിംഗ് ഏജൻസികൾ, റെസ്റ്റോറന്റുകൾ, ഭക്ഷ്യ വ്യാപാരികൾ എന്നിവർക്കെല്ലാം ഈ ഉത്തരവ് ബാധകമാണ്. ഗുണനിലവാരമില്ലാത്തതോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായതോ ആയ ഭക്ഷ്യവസ്തുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്ത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തടയാനാണ് ഒമാന്റെ ഈ നടപടി. ഗൾഫ് നാടുകളിൽ, പ്രത്യേകമായി UAE-യിലും ഒമാനിലും വൻതോതിൽ മലയാളി ഇൻഫ്ലുവൻസർമാരും അതുപോലെ യൂട്യൂബർമാരും സജീവമാണ്. സന്ദർശക വിസയിലെത്തി ചെറിയ രീതിയിലുള്ള കട ഉദ്ഘാടനങ്ങളോ റെസ്റ്റോറൻറ്റ് റിവ്യൂകളോ ചെയ്ത് മടങ്ങുന്ന സാധാരണ രീതിക്ക് ഇനി വലിയ നിയമപരമായ ഭീഷണിയുണ്ട്. ഡിജിറ്റൽ മാധ്യമ മേഖലയെ കൂടുതൽ സുതാര്യവും വിശ്വസനീയവുമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന ഈ നിയമങ്ങൾ ഇൻഫ്ലുവൻസിങ്ങിനെ ഒരു വീക്കെൻഡ് വിനോദം എന്നതിലുപരി പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പ്രൊഫഷണൽ ബിസിനസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനാൽ ഗൾഫ് നാടുകളിൽ പ്രൊമോഷൻ പോസ്റ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട പെർമിറ്റുകളും ലൈസൻസുകളും കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ഭാവിയിലെ വലിയ നിയമ സങ്കീർണതകൾ ഒഴിവാക്കാൻ സഹായിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.